നോക്കൂ, ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് എനിക്ക് ശേഷം വരുന്നൊരു പയ്യൻ, ഒരു സ്മോൾ ടൗൺ ബോയ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല അത് കേട്ടോ. വളരെ വലിയ നേട്ടമാണ്. ആകെ മൂന്നോ നാലോ മലയാളികളാണ് ഒരു പ്രസൻസ് തെളിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശ്രീശാന്തിൻ്റെ ഒക്കെയാണ് നമ്മളൊരു ഒരു ഒരു പ്രധാനമായ ഒരു പ്രസൻസായി കണ്ടിട്ടുള്ളത്. എങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ 2020 ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ ടാലൻ്റുള്ള ഒരാളാണ് എന്നുള്ളതാണ്. നമ്മൾ ധോണിക്ക് ശേഷം 2019 ധോണി വിരമിക്കുമ്പോൾ സഞ്ജു സാംസൺ ആകാം ടീമിൽ അടുത്ത വിക്കറ്റ് കീപ്പറായി വരുന്നത് എന്ന് കണ്ടിരുന്നുവെങ്കിലും അവിടെയാണ് ഋഷഭ് പന്ത് ആ സമയത്ത് കടന്നു വന്നത്. KL രാഹുൽ ഫോമിലേക്ക് പോയിട്ടുള്ളത്. പിന്നീട് ഋഷഭ് പന്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും സഞ്ജു സാംസൻ്റെ കാര്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കൺസിസ്റ്റൻസിയുടെ അഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യാന്തര മത്സരത്തിലൊന്നും സഞ്ജു സാംസന് ഒരു പെർമനൻറ്റ് സീറ്റ് ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഋഷഭ് പന്ത് അവിടെ ടീമിലുണ്ട് എന്നുള്ളതാണ്. ഒരു പ്ലേയിങ് 11ലേക്ക് സഞ്ജു സാംസൺ ഈ ലോകകപ്പിൽ ഉണ്ടാകണമെങ്കിൽ പന്തുമായ ഒരു ആശയേറിയ ഫൈറ്റിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ IPLൻ്റെ പുതിയ സീസണിലെ 9 മത്സരത്തിലും 392 റൺസ്, 77 ബാറ്റിംഗ് ആവറേജ്, 161 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, 4 അർദ്ധ സെഞ്ചുറി ഉണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ലക്നൌവിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഡീപ് ഫൈൻ ലെഗിലൂടെ ഗാലറിയിൽ യാഷ് താക്കൂറിനെ എത്തിച്ചതിന് ശേഷമുള്ള ഒരു ആവേശകരമായിട്ടുള്ള സഞ്ജു സാംസൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ പിന്നോട്ടേക്കില്ല എന്നുള്ളതാണ്. അത് വളരെ ആവേശകരമാണ് സഞ്ജു സാംസൻ്റെ ആ പറയുന്ന പെർഫോമൻസ്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ഈ ക്യാപ്റ്റൻസ്, ഇപ്പോൾ നമ്മളുടെയൊക്കെ ക്രിക്കറ്റ് ദൈവം എന്ന് വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻസി തലയിൽ ഭാരമായി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ക്യാപ്റ്റൻസിയോടൊപ്പം തന്നെ അദ്ദേഹം ബാറ്റർ എന്നുള്ള നിലയിൽ വളരെ ആസ്വദിച്ച് ബാറ്റ് ചെയ്യുന്നു, ആസ്വദിച്ച് ടീമിനെ നയിക്കുന്നു ഒരേപോലെ എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഋഷഭ് പന്തിൻ്റെ ഒരു പൊസിഷൻ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോലും ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ നമുക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി പോലും സഞ്ജു സാംസൺ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രാജസ്ഥാനെ ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതാക്കിയെത്തി. നേരത്തെ ഇവിടെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പിനുള്ള മത്സരത്തിൽ വളരെ പിന്നിലാക്കിയിരിക്കുന്നു മറ്റുള്ള ആളുകളെല്ലാം തന്നെയും. എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം, ആ വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം വെറുമൊരു ഇന്ത്യൻ ലോകകപ്പ് പ്ലെയർ എന്നുള്ള മാത്രമല്ല, ഇന്ത്യൻ 2020 ടീമിൻ്റെ ക്യാപ്റ്റനാകാനുള്ള ആദ്യത്തെ മലയാളി എന്ന ആ കുപ്പായം, അതും ഈ പറയുന്ന സഞ്ജു സാംസൻ്റെ ആ വിയർപ്പിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യത്തെ മലയാളി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആകും എന്നാണ്. ശരി, നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ Meet the editors.